ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസിനെ ഡൽഹി ക്യാപിറ്റൽസ് 6 വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു. ഈ മത്സരത്തിൽ മോശം പ്രകടനമാണ് ലക്നൌവിന്റെ ബാറ്റർമാർ കാഴ്ചവെച്ചത്. മിച്ചൽ മാർഷ് 35 റൺസും അബ്ദുൾ സമദ് 36 റൺസും നേടിയതൊഴിച്ചാൽ ടീമിന്റെ ബാറ്റിംഗ് പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. തോൽവിയുടെ പ്രധാന കാരണവും അതുതന്നെയായിരുന്നു. എന്നാൽ ഈ മത്സരം കഴിഞ്ഞ ശേഷം ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തുമായി പരസ്യമായ ഒരു ചർച്ച നടത്തിയിരുന്നു. ടീമിന്റെ തോൽവിയിൽ സഞ്ജീവ് ഗോയങ്ക പന്തിനെ അതൃപ്തി അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. മത്സരത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പന്ത് ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. മുഖ്യ പരിശീലകൻ ജസ്റ്റിൻ ലാംഗറും ഇരുവരുടെയും ചർച്ചയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു. 2024 അന്നത്തെ ലക്നൗ ടീമിന്റെ ക്യാപ്റ്റൻ KL രാഹുലും ഗോയങ്കയും തമ്മിൽ ഗ്രൗണ്ടിൽ വെച്ച് ഏറ്റുമുട്ടിയിരുന്നു. KL രാഹുലിനെ സഞ്ജീവ് ഗോയങ്ക ശകാരിക്കുന്ന വീഡിയോ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. മത്സരശേഷം സ്റ്റേഡിയത്തിലെ ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് പരസ്യമായാണ് ഗോയങ്ക രാഹുലിനോടും കോച്ച് ജസ്റ്റിൻ ലാംഗറിനോടും അന്ന് തന്റെ ദേഷ്യം പ്രകടമാക്കിയത്. ഈ സംഭവത്തിന് പിന്നാലെ അടുത്ത IPL സീസണിൽ രാഹുൽ ലക്നൗ ക്ലബ്ബ് വിട്ടിരുന്നു. അതേപോലെ ഇത്തവണയും ആവർത്തിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. മൈതാനത്ത് വെച്ച് ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക ഋഷഭ് പന്തിനോടും കോച്ചിംഗ് സ്റ്റാഫിനോടും അതിരൂക്ഷമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്റർമാർ തത്സമയം പുറത്തുവിട്ടിരുന്നു. 2 വർഷം മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഏറ്റ തോൽവിക്ക് പിന്നാലെ അന്നത്തെ ക്യാപ്റ്റൻ ആയിരുന്ന KL രാഹുലിനെ ഗോയങ്ക ഇത്തരത്തിൽ പരസ്യമായി ശാസിച്ചത് വലിയ വിവാദമായിരുന്നു. അന്ന് ലോകം എമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരും മുൻ താരങ്ങളും ഗോയങ്കയുടെ ഈ പെരുമാറ്റത്തെ തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ 2026 സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഋഷഭ് പന്തിനെ പോലൊരു സൂപ്പർ താരത്തെ ക്യാമറകൾക്ക് മുന്നിൽ വിചാരണ ചെയ്യുന്നത് ഒട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. പണം മുടക്കി അന്നന്ന് ലാഭം തിരികെ കിട്ടണമെന്ന് വാശിയുള്ള ഒരു കച്ചവടക്കാരനെ പോലെയാണ് ഈ ഗോയങ്ക പെരുമാറുന്നത്. ലക്നൗ ടീമിന്റെ ആത്മവിശ്വാസത്തെ ഇത് തകർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുമ്പ് KL രാഹുലിനെ പരസ്യമായി ശകാരിച്ച ചരിത്രമുള്ള ഗോയങ്കെ പഴയ തെറ്റുകളിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിലും ഗോയങ്കയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തോൽവിയും വിജയവും കളിയുടെ ഭാഗങ്ങളാണ്. പക്ഷേ പരസ്യമായ അപമാനം അംഗീകരിക്കാനാവില്ല. സഞ്ജീവ് ഗോയങ്കയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പറയാമായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് പന്തിനെയും രാഹുലിനെയും പോലെയുള്ള നായകന്മാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ക്രിക്കറ്റിന് അപമാനമാണെന്നും താനാണ് എല്ലാവരുടെയും മുതലാളി എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കോപ്രായങ്ങളാണ് ഇതെന്നും കളിക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നുമാണ് ആരാധകർ പറയുന്നത്. മറ്റ് IPL ടീം ഉടമകളായ ഷാരൂഖ് ഖാനോ പ്രീതി സെന്റയോ തോൽവിക്ക് ശേഷം മൈതാനത്തിറങ്ങി താരങ്ങളെ ശകാരിക്കാറില്ലെന്നും ആരാധകർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്ന ഒരു ടീമിന്റെ ഉടമയ്ക്ക് ആ ടീമിൽ നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിക്കാൻ അവകാശമുണ്ടെന്ന കാര്യം ശരിയാണ്. പക്ഷേ അത് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറകൾക്ക് മുന്നിലല്ല വേണ്ടതെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് തുടക്കമിട്ട ലളിത് മോഡിയും ഈ സഞ്ജീവ് ഗോയങ്കയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാക്പോര് നടന്നിരുന്നു. IPLന്റെ വിജയത്തെയും അതിന്റെ വളർച്ചയെയും കുറിച്ച് സഞ്ജീവ് ഗോയങ്ക പങ്കുവച്ചൊരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ലളിത് മോദിയെ ക്ഷുഭിതനാക്കിയത്. ഗോയങ്കയെ കോമാളി എന്ന് വിളിച്ചാണ് മോദി ആഞ്ഞടിച്ചത്. IPL ടീമുകളായ രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും റെക്കോർഡ് തുകക്ക് ഉടമസ്ഥാവകാശം കൈമാറിയ പശ്ചാത്തലത്തിലായിരുന്നു ഗോയങ്കയുടെ പോസ്റ്റ്. 2008 വെറും 270 കോടി രൂപക്ക് വാങ്ങിയ രാജസ്ഥാൻ റോയൽസിനെ 15,000 കോടിക്കും 485 കോടിക്ക് വാങ്ങിയ RCBയെ 16,600 കോടിക്കും വിറ്റത് IPL എന്ന ബ്രാൻഡിന്റെ വളർച്ചയാണ് കാണിക്കുന്നതെന്ന് സഞ്ജീവ് ഗോയങ്ക എക്സ് പോസ്റ്റിൽ എഴുതിയിരുന്നു. IPLന്റെ മൂല്യം ഉയർത്തിയതിന് ജയ്ഷ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്ക് ക്രെഡിറ്റ് നൽകിക്കൊണ്ട് സഞ്ജീവ് ഗോയങ്ക എക്സിൽ കുറിച്ച ആ പോസ്റ്റാണ് വിവാദത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ IPL എന്ന ആശയത്തിന്റെ യഥാർത്ഥ ശില്പി താനാണെന്ന് അവകാശപ്പെടുന്ന ലളിത് മോദിക്ക് അത് ഒട്ടും സഹിച്ചില്ല. ഈ മനുഷ്യൻ IPL ആരാണ് ഉണ്ടാക്കിയതെന്ന് മറന്നുപോയിരിക്കുന്നു. സഞ്ജീവ് ഗോയങ്ക ഒരു കോമാളിയാണ്. ഇദ്ദേഹത്തിന് പകരം സഹോദരൻ ഹർഷ് ഗോയങ്ക ആയിരുന്നു IPL ടീം ഉടമയെന്ന് ഞാൻ ആശിക്കുന്നു. അദ്ദേഹം ഒരു യഥാർത്ഥ ക്രിക്കറ്റ് ആരാധകനാണ്. എന്തെന്നാൽ ഇയാൾക്ക് അറിവ് വട്ടപൂജ്യം ആണെന്നായിരുന്നു ലളിത് മോദി എക്സിൽ കുറിച്ചത്. IPLന്റെ തുടക്കത്തെക്കുറിച്ചും അതിന്റെ ബിസിനസ് മോഡലിനെ കുറിച്ചും ഗോയങ്കയ്ക്ക് ഒന്നും അറിയില്ലെന്നും ലളിത് മോദി പരിഹസിച്ചിരുന്നു. നമ്മൾ ഈ IPL നടക്കുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പല ടീം മുതലാളിമാരെയും കണ്ടിട്ടുണ്ട്. മുകേഷ് അംബാനിയെയും ഭാര്യയെയും കാവ്യ മാരനെയും ഷാരൂഖ് ഖാനെയും ജൂഹി ചൗളയെയും പ്രീതി സിൻഡയെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് അരോചകമായ രീതിയിൽ സ്വന്തം ടീമിനെ പരസ്യമായി ശകാരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ സഞ്ജീവ് ഗോയങ്ക എന്ന വെറും ഒരു കച്ചവടക്കാരൻ.